നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആമസോൺ അസോസിയേറ്റ്സിൻ്റെ രജിസ്ട്രേഷൻ ട്യൂട്ടോറിയലാണ്. ആമസോൺ അസോസിയേറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിൻ്റെ പേരാണ്. അഫിലിയേറ്റ് പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആമസോണിലെ അസോസിയേറ്റ്സിൽ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രൊഡക്റ്റിനും അഫിലിയേറ്റ് ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ലിങ്ക് നമ്മൾ സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ആമസോൺ കമ്മീഷൻ തരും. അതാണ് സംഭവം. അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിക് സ്റ്റെപ്പായ ആദ്യത്തെ രജിസ്ട്രേഷൻ സ്റ്റെപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് നമ്മൾ. അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അടുത്ത മെയിൽ വന്നാൽ മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആമസോണിലാണെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നുമില്ല. ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആക്ടിവേറ്റ് ആവും അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിങ്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എൻജോയ് ടെക് വിത്ത് അസൻകെ. നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ആമസോൺ അസോസിയേറ്റ്സിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ആമസോൺ അക്കൗണ്ട് വേണം. അപ്പോൾ ക്രിയേറ്റ് ആമസോൺ അക്കൗണ്ടിൽ നിങ്ങൾക്ക് അടിച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ ആമസോൺ അക്കൗണ്ട് എന്നുള്ള ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിപ്പോൾ ഞാൻ കാണിക്കാനുള്ള നമ്മുടെ അസോസിയേറ്റ്സ് ആണ് നോക്കാൻ പോണത്. ആമസോൺ അസോസിയേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആമസോൺ അസോസിയേറ്റ്സ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ affiliate-program.amazon.in എന്ന് പറഞ്ഞൊരു സൈറ്റ് വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സോ മൊബൈൽ നമ്പറോ ആമസോൺ അസോസിയേറ്റ്സ് ആയിട്ട് ലിങ്ക് ചെയ്തുള്ളതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ നൗ എന്നുള്ള ബട്ടൺ ഉണ്ട്. ജോയിൻ നൗ ഫോർ ഫ്രീ എന്നുള്ള ബട്ടൺ ഉണ്ട്. ആ യെല്ലോ കളറിൽ ഇമെയിൽ അഡ്രസ് ഓർ മൊബൈൽ നമ്പർ ആൻഡ് പാസ്വേഡ് യു ആർ യൂസിങ് ആർ നോട്ട് കണക്റ്റഡ് ടു അസോസിയേറ്റ്സ് അക്കൗണ്ട് എന്നുള്ളതിൽ ആ ജോയിൻ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ താഴെ സൈനപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ രണ്ട് ഓപ്ഷനിൽ ക്രിയേറ്റ് ചെയ്യാം. സൈനപ്പിൽ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ആദ്യം സൈനപ്പ് ചെയ്യുക, പിന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുക പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസർ ആവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ഇതൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലോഗൊക്കെ ആണെങ്കിൽ ബ്ലോഗിലൊക്കെ കൊണ്ടുവന്നിടാം. അപ്പോൾ അതിൽ കൂടെ ഒക്കെ ട്രാഫിക് വരുമ്പോൾ ആരെങ്കിലുമൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടും. അപ്പോൾ ഇതിൽ താഴെ FAQ ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. പിന്നെ കണ്ടോ FAQ ഹൗ ഡു ഐ ക്വാളിഫൈ പ്രോഗ്രാം എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ സ്റ്റെപ്പായ സൈനപ്പിലായിട്ട് കിടക്കാം. ഓൾറെഡി അക്കൗണ്ടിന് സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, നമുക്ക് സൈനപ്പിലായിട്ട് കിടക്കാം. സൈനപ്പ് ക്ലിക്ക് ചെയ്യാം. സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നത് നമ്മുടെ പേരും നമ്മുടെ അഡ്രസ്സൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ ആമസോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ അത് തന്നെയാണ് നമ്മുടെ അഡ്രസ്സ് എന്ന് ചോദിക്കണതാണ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് അഡ്രസ്സ് വേണമെങ്കിൽ സെലക്ട് ഡിഫറെൻറ്റ് അഡ്രസ്സ് എന്നുള്ള സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ സെയിം അഡ്രസ്സ് തന്നെ കൊടുക്കുക. എന്നിട്ട് ഹൂ ഈസ് ദ മെയിൻ കോണ്ടാക്ട് ഫോർ ദിസ് അക്കൗണ്ട്, അപ്പോൾ ദിസ് പേ ലിസ്റ്റഡ് എബോവ് എന്നുള്ള കൊടുക്കുക. അതിന് US ടാക്സ് പർപ്പസ് US പേഴ്സൺ ആണെന്ന് ചോദിക്കും. അപ്പോൾ നോ കൊടുക്കുക. നോ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ട് നമ്മുടെ അടുത്ത സ്റ്റെപ്പിൽ വന്നത് നമ്മുടെ വെബ്സൈറ്റ്സ് കൊടുക്കാനാണ്. വെബ്സൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോഗ് ഉണ്ടെങ്കിൽ ബ്ലോഗ് കൊടുക്കാം, നമ്മുടെ FB പേജ് ഉണ്ടെങ്കിൽ FB പേജ് കൊടുക്കാം, നമ്മുടെ വേറെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാം, വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കാം, മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ മൊബൈൽ ആപ്പ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ലിങ്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ആഡ് ക്ലിക്ക് ചെയ്യണം അത് കൊടുത്തു കഴിഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൈറ്റ് താഴെ ലിസ്റ്റ് ആയി വന്നു. അടുത്ത് വേണമെങ്കിൽ അടുത്ത് ടൈപ്പ് ചെയ്തിട്ട് ആഡ് ക്ലിക്ക് ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വാട്ട് ഈസ് യുവർ പ്രിഫേർഡ് അസോസിയേറ്റ് സ്റ്റോർ ID എന്ന് ചോദിക്കും. അത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ലെറ്റേഴ്സോ നമ്പേഴ്സോ ഒക്കെ ആവാം. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് ഏതായാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് അവൈലബിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം കുറച്ച് നമ്പറും കൂടി ഇട്ടിട്ട് ആ ID നമുക്ക് തരും. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്യാം. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വാട്ട് ആർ യുവർ വെബ്സൈറ്റ് ഓർ മൊബൈൽ ആപ്സ് എബൌട്ട് എന്ന് ചോദിക്കും. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിനെയോ മൊബൈൽ ആപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് ജസ്റ്റ് എഴുതി കൊടുക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോപ്പിക്ക്, നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ മൊബൈൽ ആപ്പ് യൂസ് ചെയ്താണ് ടോപ്പിക്ക്, ആ ഒരു വെബ്സൈറ്റിൽ പറയുന്ന എന്ത് ടോപ്പിക്കിനെ കുറിച്ചുള്ളതാണെന്ന് ചോദിക്കും. അപ്പോൾ അതിൽ നമ്മുടെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റ് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ പേജ് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പം ഞാൻ അതർ കൊടുത്താലും മതി. നമുക്കറിയില്ലെങ്കിൽ അതർ കൊടുക്കാം. പിന്നെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറോ ടെക്നോളജി ആണെങ്കിൽ ടെക്നോളജി വെബ്സൈറ്റ് ആണെങ്കിൽ അത് കൊടുക്കാം. അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഏതൊക്കെ ആമസോൺ അസോസിയേറ്റ്സിൻ്റെ ലിങ്ക്, ഏതൊക്കെ ഐറ്റംസിൻ്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിൻ്റെ ലിങ്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് എല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കാം.
ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വാട്ട് ആർ യുവർ വെബ്സൈറ്റ് ഓർ മൊബൈൽ ആപ്സ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഓർ മൊബൈൽ ആപ്സിൻ്റെ കാറ്റഗറിയാണ് ചോദിച്ചാണ് എന്തെന്നാണ് നമ്മൾ വെബ്സൈറ്റിൽ കൊടുക്കണമെന്നുള്ളത്. മറ്റേതിൽ ടോപ്പിക്കാണ്, ഇത് നമ്മൾ എന്തെന്നാണ് നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഉദ്ദേശിക്കണമെന്നുള്ളതാണ്. അത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം അതർ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരെണ്ണം വേണമെങ്കിൽ ബ്ലോഗ് കൊടുക്കാം, ബ്ലോഗാണെങ്കിൽ. ഒരെണ്ണം വേണമെങ്കിൽ അതർ കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ്, അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കൊടുക്കാം. അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് താഴെ നമ്മൾ വന്നു കഴിയുമ്പോൾ ഹൗ ഡു യു ഡ്രൈവ് ട്രാഫിക് ടു യുവർ വെബ്സൈറ്റ് എന്ന് ചോദിക്കും. അതായത് അവർക്ക് ട്രാഫിക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അഫിലിയേറ്റിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവർക്ക് ഗുണമുള്ളൂ. അതായത് അവരുടെ സാധനങ്ങൾ മേടിച്ചാൽ മാത്രമാണല്ലോ ഗുണമുള്ളൂ. അപ്പോൾ നമുക്ക് പെയ്ഡ് സെർച്ച് കൊടുക്കണമെങ്കിൽ പെയ്ഡ് സെർച്ച് കൊടുക്കാം. അതായത് നമ്മുടെ വെബ്സൈറ്റിലായിട്ട് എങ്ങനെ ട്രാഫിക് കൊണ്ടുവരും എന്നുള്ള ചോദ്യമാണ് അത് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഞാൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, SEO, ബ്ലോഗ്സ്, ലീഡ് ജനറേഷൻ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള കൊടുത്തു, പെയ്ഡ് സെർച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൗ ഡു യു യൂട്ടിലൈസ് യുവർ വെബ്സൈറ്റ്സ് ആൻഡ് ആപ്സ് ടു ജനറേറ്റ് ഇൻകം എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഗൂഗിൾ ആഡ്സെൻസ് വഴിയാണ് നമ്മൾ സാധാരണ വെബ്സൈറ്റിലൊക്കെ ആഡ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഓപ്ഷനിൽ അതർ അഫിലിയേറ്റ് പ്രോഗ്രാം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റിലായിട്ട് നമ്മൾ എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യണമെന്നുള്ള ചോദ്യമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് യൂഷ്വലി ലിങ്ക്സൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ വേഡ് പ്രസ്സാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറെന്ന് ഉള്ളത് കൊണ്ട് വേഡ് പ്രസ് കൊടുത്തു. നമ്മുടെ മന്ത്ലി വിസിറ്റേഴ്സ് ചോദിക്കും. അപ്പോൾ അത് നമ്മൾ കൊടുക്കുക. 501 to 5000 ഞാൻ കൊടുത്താണ്. പ്രൈമറി റീസൺ ഫോർ ജോയിനിങ് ആമസോൺ അസോസിയേറ്റ്സ് എന്ന് ചോദിക്കും. അപ്പോൾ യൂസ്ഫുൾ കണ്ടൻറ്റ് ഫോർ മൈ സൈറ്റ് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഹൗ ഡിഡ് യു ഹിയർ എന്ന് ചോദിക്കും. ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് അസ് എന്ന് ചോദിക്കും. അതായത് ഈ ആമസോൺ അസോസിയേറ്റ്സ് നമ്മളെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും. അപ്പോൾ ഓൺലൈൻ സെർച്ചിൽ കൂടെ അറിഞ്ഞതെന്ന് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാം ഒന്ന് റീവെരിഫൈ ചെയ്തിട്ട് നമ്മൾ താഴത്തെ ക്യാരക്ടർ ടൈപ്പ് ചെയ്തിട്ട് എഗ്രി ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫിനിഷ് അടിക്കുക. ഫിനിഷ് ചെയ്യുമ്പോൾ താങ്ക് യു ഫോർ അപ്ലൈയിങ് ടു amazon.in അസോസിയേറ്റ് പ്രോഗ്രാം എന്ന് കാണിക്കും. അപ്പോൾ നമ്മുടെ അസോസിയേറ്റ്സ് ID കാണിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ കംപ്ലീറ്റ് ആക്സസ് നമുക്ക് തരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ 24 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, പിന്നെ അഫിലിയേറ്റ് ലിങ്ക്സ് നമ്മൾ മിനിമം ക്വാളിഫൈഡ് സെയിൽസ് 180 ഡേയ്സിനുള്ളിൽ നടത്തിയില്ലെങ്കിൽ നമ്മുടെ അഫിലിയേറ്റ് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇമെയിൽ ID തന്നെ വെച്ചിട്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അസോസിയേറ്റ് ID വേറെ ആയിരിക്കും. അസോസിയേറ്റ് ID വേറെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ എൻ്റർ യുവർ പേയ്മെൻറ്റ് ആൻഡ് ടാക്സ് ഇൻഫർമേഷൻ എന്ന് ചോദിക്കും. അതെന്തായാലും നമ്മൾ ടൈപ്പ് ചെയ്യണം. അപ്പോൾ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തന്നെ പാസ്വേഡ് അടിച്ച് കഴിഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ടാക്സ് ഇൻഫർമേഷനൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ പാസ്വേഡ് അടിക്കുകയാണ്. പാസ്വേഡ് അടിച്ച് കഴിയുമ്പോൾ പേ മീ ബൈ നെഫ്റ്റ് എന്നുണ്ട്. അപ്പോൾ 1000 മിനിമം ഏണിങ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും, വിഡ്രോ ചെയ്യാൻ പറ്റും. ബാങ്ക് ഹോൾഡർ നെയിം, അക്കൗണ്ട് നമ്പർ, ബാങ്ക് നെയിം, IFSC കോഡ് എല്ലാം കൊടുക്കണം. ഇന്ത്യൻ കറൻസിയാണ്. സബ്മിറ്റ് ആൻഡ് കണ്ടിന്യൂ വിത്ത് ടാക്സ് ഇൻഫർമേഷൻ എന്നുള്ളത് കൊടുക്കുക. വേണമെങ്കിൽ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാം, പിന്നെ ആഡ് ചെയ്താലും മതി. പക്ഷേ പെട്ടെന്ന് തന്നെ ആഡ് ചെയ്യാണ് നല്ലത്. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് സബ്മിറ്റ് അടിക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് അപ്രൂവ് ആവും കേട്ടോ. സബ്മിറ്റ് അടിച്ച് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അപ്രൂവൽ വരും. അപ്പോൾ ഞാനിപ്പോൾ സബ്മിറ്റ് ചെയ്യണമെന്ന് കാണിക്കില്ല, അത് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ സ്കിപ്പ് അടിക്കുകയാണ്. സ്കിപ്പ് പേയ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂ വിത്ത് ടാക്സ് ഇൻഫർമേഷൻ എന്നുള്ളത് കൊടുക്കും. അപ്പോൾ കൊടുത്തു കഴിയുമ്പോൾ ഇമ്പോർട്ടൻറ്റ് നോട്ടീസായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് ടാക്സ് ഇൻഫർമേഷൻ നമ്മൾ എന്തായാലും കൊടുക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ കൊടുക്കണം പെട്ടെന്ന് തന്നെ. അപ്പോൾ ഈ മാസം 15-ാം തീയതിക്കുള്ളിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം. തുടങ്ങുമ്പോൾ തന്നെ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, അത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഹോമിൽ പോകണം. ഇപ്പോൾ നമ്മൾ ആമസോൺ അസോസിയേറ്റ്സിലാണ്. ആമസോൺ അസോസിയേറ്റ്സിൻ്റെ സൈറ്റിലാണ്. അതിൽ ക്വിക്ക് ലിങ്ക്സ് എന്നുള്ളതിൽ സെർച്ച് പ്രൊഡക്റ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് കീവേഡൊക്കെ ടൈപ്പ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിന് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ എളുപ്പമായിട്ട് നമുക്ക് amazon.in ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് മെയിൽ വന്നിട്ടുണ്ടാവും, നമ്മുടെ ആപ്ലിക്കേഷൻ റിസീവ് ആയി എന്ന് പറഞ്ഞാൽ അതാണ് ഈ മെയിൽ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് ആമസോണിൽ എങ്ങനെ നമുക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അഫിലിയേറ്റ് ലിങ്ക് ആമസോണിൽ മാത്രം ഒരു പ്രത്യേകതയാണ്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ അസോസിയേറ്റ്സിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈറ്റ് സ്ട്രൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. അതായത് ആമസോൺ സൈറ്റ് സ്ട്രൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് വരും. ഇപ്പോൾ കാണിച്ചു തരാം. മുകളിൽ ആമസോൺ അസോസിയേറ്റ്സ് സൈറ്റ് സ്ട്രൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഗെറ്റ് ലിങ്ക് എന്നുള്ളൊരു ഇത് കണ്ടോ, അതിൽ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ആയിട്ടുള്ള ലിങ്ക് കിട്ടും. അതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇടാനാണെങ്കിലും, നമ്മൾ ഇപ്പോൾ യൂട്യൂബിൻ്റെ വീഡിയോയുടെ താഴേക്ക് ഇടുകയാണെങ്കിലും ആ ലിങ്കാണ് ഉപയോഗിക്കുന്നത്. അത് കോപ്പി ചെയ്തിട്ട് ഇട്ടാൽ മതി.
പിന്നെ അല്ലാത്തത് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജായിട്ടുള്ള ലിങ്ക് കിട്ടും. ഇമേജിനുള്ള ലിങ്ക് അത് നമുക്ക് വെബ്സൈറ്റിൽ ഇടാൻ പറ്റും. ടെക്സ്റ്റ് പ്ലസ് ഇമേജ് ആണെങ്കിൽ ടെക്സ്റ്റും ഇമേജുള്ള ലിങ്ക് കിട്ടും. അത് നമുക്ക് വെബ്സൈറ്റിൽ ഇടാൻ പറ്റും. അപ്പോൾ ടെക്സ്റ്റാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യണത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.